നമസ്കാരം. മിനീസ് മിനി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിനി ഈവനിങ് സ്നാക്സ് ഒരു ഉള്ളിവട ഉണ്ടാക്കിയാലോ? വൈകുന്നേരമായി, ചായ കുടിക്കാൻ സമയമായി. അപ്പോൾ വിചാരിച്ചു നമുക്കൊന്ന് ഇന്ന് ഉള്ളിവട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് ഉണ്ടാക്കുന്ന സമയത്ത് ആ വീഡിയോ ഷൂട്ട് ചെയ്ത് നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വെച്ചു. അപ്പോൾ നമുക്ക് ഉള്ളിവട എങ്ങനെ തയ്യാറാക്കുന്നു നോക്കാം. ഉള്ളിവട എങ്ങനെ തയ്യാറാക്കുന്നു നോക്കാം. ഞാനിവിടെ 3 സവാള ചെറുതായി അരിഞ്ഞത്, ഒരു വലിയ സവാള വളരെ തിന്നായി അരിഞ്ഞിട്ട് ഒരു ബൗളിലെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അടുത്തതായി ചേർക്കേണ്ടത് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി, അതുകൂടാതെ 1 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്. ഇത് രണ്ടും നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അടുത്തതായി നമുക്ക് ചെയ്യേണ്ടത് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. എനിക്കിവിടെ കറിവേപ്പിലയുടെ ടേസ്റ്റ്, ആ ഫ്ലേവർ നല്ല ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഞാനിവിടെ ഒരു 5 ടേബിൾ സ്പൂൺ കറിവേപ്പിലെങ്കിലും എടുത്തിട്ടുണ്ടാവും. ഇനി അടുത്തതായി ഇതിലേക്ക് ചേർക്കേണ്ടത് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം 1 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുക. പിന്നെ ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക. അതിനുശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി ചേർക്കുക. പെരിഞ്ജീരകപ്പൊടി ഇല്ലെങ്കിൽ പെരിഞ്ജീരകവും ചേർക്കാം. അതിൽ 2 ഏതെങ്കിലും ഒന്ന് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. അടുത്തതായി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് ഗരം മസാലയാണ്. 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇതിലേക്ക് ചേർക്കുക. അപ്പോൾ ഈ ഗരം മസാല ചേർക്കുമ്പോൾ ഈ ഉള്ളിവടയ്ക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടും. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടതെന്ന് വെച്ചാൽ 1 ടേബിൾ സ്പൂൺ മല്ലിയില. ഇനി നമ്മൾക്കിതിലേക്ക് ഒരു 1/2 കപ്പ് കടലമാവ് നമുക്കിതിലേക്ക് 1/2 കപ്പ് കടലമാവും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിതിലെല്ലാം ഉള്ളിവടയ്ക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ആദ്യം തന്നെ നമുക്ക് വെള്ളം ചേർക്കണ്ട. ഈ ഉള്ളിയിൽ നിന്ന് വെള്ളം വരുമല്ലോ, ആ വെള്ളത്തിൽ തന്നെ നമുക്കിതെല്ലാം ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ നമ്മളൊരു ഇത് നമ്മൾ ഏതാണ്ടൊന്ന് കുഴച്ച് വരുമ്പോൾ നമുക്കിത് വെള്ളം വേണമെന്ന് തോന്നുവാണെങ്കിൽ മാത്രം വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. എനിക്ക് ഏതായാലും ഇവിടെ വെള്ളം ചേർക്കണം. അപ്പോൾ ഞാൻ ആദ്യം കുറച്ച് വെള്ളം എടുത്ത് ചേർക്കണം. അത് ഏതാണ്ട് ഒരു ടേബിൾ സ്പൂണോളം വരും. ആദ്യം 1 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കുഴയ്ക്കുക. പിന്നെയും നമുക്ക് വെള്ളം തോന്നുവാണെങ്കിൽ പിന്നെയും അതുപോലെ എടുക്കുക. ഇത് ഏതാണ്ട് ഒരു ടേബിൾ സ്പൂൺ തന്നെ കാണും. അപ്പോൾ ഞാനിവിടെ ടോട്ടൽ 3 ടേബിൾ സ്പൂൺ വെള്ളം മാത്രമേ ഉള്ളിവടക്ക് ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പോൾ ഈ 3 ടേബിൾ സ്പൂൺ വെള്ളവും ഒഴിച്ച് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്ത് ഒരു 5 മിനിറ്റ് നമുക്കിതിനെ മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ്, നമുക്ക് ഇത് വറുത്തെടുക്കണമല്ലോ. ഒന്ന് എണ്ണ ചൂടാക്കാൻ വയ്ക്കാം. ഒരു ഗ്യാസിലൊരു പാൻ വെച്ചിട്ടുണ്ട്. ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു. ഇനി നമുക്ക് എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഉള്ളി ഇതിലേക്ക് ഇട്ടെടുക്കാം. ഞാനിപ്പോൾ സാധാരണ ഒന്നെടുത്ത് ഷേപ്പൊന്നും വരാറില്ല. ഷേപ്പൊന്നും ഇല്ലാതെ തന്നെ ഒന്നെടുത്ത് ഇങ്ങനെ ഇടാറാ പതിവ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ല ഉരുട്ടി ഇങ്ങനെ ഷേപ്പിലോ അങ്ങനെ എങ്ങനെ വേണമെങ്കിലും ആക്കാം. ഞാനിവിടെ ഷേപ്പ്ലെസ് ആയിട്ട് സാധാരണ ഒന്നെടുത്ത് ഇങ്ങനെ ഇടാറാ പതിവ്. അപ്പോൾ നല്ലൊരു ക്രിസ്പിനെസ് കിട്ടും. അതുപോലെ നമുക്ക് എണ്ണയിൽ ഇട്ടെടുക്കാം. ഇങ്ങനെ ഓരോന്നായിട്ടും ഇങ്ങനെ എണ്ണയിലിടുക. അപ്പോൾ ഞാനിവിടെ വെള്ളം അധികം ചേർക്കാത്തതെന്ന് വെച്ചാൽ, വെള്ളം അധികം ചേർത്ത് കഴിഞ്ഞാൽ ഉള്ളിവടയിൽ നന്നായി എണ്ണ കുടിക്കും. അതുകൊണ്ടാണ് ഞാനിവിടെ അധികം വെള്ളം ഉള്ളിവടയിൽ ചേർക്കാത്തത്. ഈ കുഴക്കുമ്പോൾ അധികം വെള്ളം ചേർക്കാത്തതിന് കാരണം എന്ന് വെച്ചാൽ നന്നായി എണ്ണ നന്നായി പിടിക്കും ഉള്ളിവടയ്ക്ക്. അതുകൊണ്ടാണ്. അപ്പോൾ പാകത്തിനൊരു 3 ടേബിൾ സ്പൂൺ വെള്ളം മാത്രമേ ഇത് കുഴക്കുമ്പോൾ ഉപയോഗിച്ചുള്ളൂ. അപ്പോൾ നമ്മൾ നോക്കിയിട്ട് മാത്രമേ വെള്ളം ചേർക്കാൻ പാടുള്ളൂ.
നല്ല ചൂടോട് കൂടിയുള്ള ഉള്ളിവട. നമുക്കിത് എണ്ണയൊന്നും അധികമൊന്നും കുടിച്ചിട്ടൊന്നുമില്ല, എണ്ണ കുടിച്ചിട്ടേ ഇല്ല. ഈ വെള്ളം ചേർക്കാതെ ആക്കിയതുകൊണ്ട് എണ്ണയൊന്നും കുടിച്ചിട്ടില്ല. നമുക്കിത് കഴിക്കാം. അതിൻ്റെ കൂടെ നല്ല ചൂട് ചായ കഴിക്കാം.